കാറ്റാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാമ്പഴത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. നമ്മൾ പുനലൂർ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു റൈറ്റ് സൈഡ് നമ്മുടെ RTO ഓഫീസിൻ്റെ റൈറ്റ് സൈഡിൽ കയറിയിട്ട് നേരെ വരുന്നത് ഇവിടെ മാമ്പഴത്തറയിലാണ്. അപ്പോൾ മാമ്പഴത്തറ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനം കഴിഞ്ഞിട്ട് റോസ്മലയിൽ പോകാം, അല്ലെങ്കിൽ അമ്പനാട് എസ്റ്റേറ്റ് പോകാം. എന്തൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ രണ്ടും രണ്ട് വഴിയാണ് കേട്ടോ. റോസ്മലയും അമ്പനാട് എസ്റ്റേറ്റും രണ്ടും രണ്ട് വഴിയാണ്. ഈ ഒരു വ്യൂ പോയിന്റ് ഒരു രക്ഷയില്ല. ഈ ഒരു മാമ്പഴത്തറയിലെ നല്ല മരങ്ങൾ, ആ ഒരു അതിൻ്റെ ഘടനയും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളി കേട്ടോ. നമ്മളൊക്കെ ഈ പിക്ചറൊക്കെ കടയിൽ നിന്ന് മേടിക്കത്തില്ലേ, അതിലൊക്കെ കാണുന്ന മലനിരകളൊക്കെ ഉണ്ട്. ഇതുപോലാണ് ഇവിടെ എന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സീനറി എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അമ്പനാട് എസ്റ്റേറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അമ്പനാട് എസ്റ്റേറ്റിൽ പോകാൻ, അല്ലെങ്കിൽ റോസ്മലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് റോസ്മലയിൽ പോകാനും സാധിക്കുന്നവരാണ്. അപ്പോൾ മാമ്പഴത്തറയിൽ വന്നിട്ട് പോയി കഴിഞ്ഞാൽ ഈ മാമ്പഴത്തറയിൽ പഴയ ഗ്രാമങ്ങളും ഒക്കെയാണ് കേട്ടോ. അവിടെ സ്കൂളുണ്ട്, അവിടെ കുട്ടികൾക്ക് പഠിക്കുന്ന സ്കൂളൊക്കെ ഉണ്ട്. എന്നാൽ ഏറ്റവും ഒരു 90s കിഡ്സിൻ്റെ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കും. കാരണം ഞാനൊക്കെ 90s ആണ്, അല്ലെങ്കിൽ 91 ആണ് ജനിച്ചത്. അപ്പോൾ 90s ആണ് അതിൻ്റെ മെമ്മറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അന്നൊക്കെ ഉള്ള ജീവിതം എങ്ങനെ ആയിരുന്നു, അതേ ജീവിതമാണ് കേട്ടോ. ഇപ്പോൾ അഡ്വാൻസ് ടെക്നോളജിയൊക്കെ ആയിട്ട് വലിയ വലിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ആ പഴമയുടെ ആ ഒരു കാര്യം കാണണമെന്നുണ്ടെങ്കിൽ ഈ മാമ്പഴത്തറയിലോട്ട് വന്നു കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാരുടെ ആ ഒരു ജീവിത രീതിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉപ്പുകുഴി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണിത്. ഇപ്പോൾ ചെക്കിംഗ് ഒന്നുമില്ല. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഈ ചെക്ക് പോസ്റ്റിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മൂന്നാർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മാമ്പഴത്തറ. ചെറിയൊരു ഗ്രാമമാണ് ഇവിടെ. പുനലൂരിൽ നിന്നാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പത്തനാപുരം റൂട്ട് നേരെ കയറി നെല്ലിപ്പള്ളിയിൽ ചെല്ലുക. നെല്ലിപ്പള്ളിയിൽ RTO ഓഫീസുണ്ട്. അതിൻ്റെ വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാലിയേക്കര ചെന്നിട്ട് ഇടത്തേക്ക് തിരിയുമ്പോൾ മാമ്പഴത്തറ എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമത്തിൽ നിങ്ങൾ എത്തിച്ചേരും. കഴിവതും രാവിലെ തന്നെ പോവുക കേട്ടോ. അപ്പോൾ കാട്ടിലൂടെ വേണം മാമ്പഴത്തറയിൽ എത്തിച്ചേരാൻ. ആന, പുലി, കടുവ എന്നീ വന്യജീവികൾ ഇറങ്ങുന്ന സ്ഥലമാണിത്. സൂക്ഷിച്ച് യാത്ര ചെയ്യുക. കഴിവതും വാഹനത്തിൽ പുറത്തിറങ്ങാതെ സഞ്ചരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വ്യൂ പോയിൻ്റ് കാഴ്ചയും കാടിനിടയിലൂടെയുള്ള ഒരു യാത്രയും പിന്നെ ചെറിയ അരുവികളും വെള്ളച്ചാട്ടവും ഒക്കെയായി അതിമനോഹരമാക്കി തീർക്കുന്നു. നല്ല ഭംഗിയുള്ള വ്യൂ പോയിൻ്റാണ്. ഹൈറേഞ്ച് ട്രിപ്പ് പോയൊരു ഫീലും പച്ചപ്പും പ്രകൃതി ഭംഗിയും ഒത്തുചേർന്ന മനോഹാരിതയും നമുക്ക് സമ്മാനിക്കുന്നത് മറക്കാനാകാത്ത മെമ്മറീസാണ്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇനി ഞങ്ങൾ അമ്പനാട് എസ്റ്റേറ്റ് പോകണോ അതോ റോസ്മലയിലേക്ക് പോകണോ എന്ന കൺഫ്യൂഷനായി. കാരണം ഇത് രണ്ടും രണ്ട് റൂട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഭൂരിപക്ഷമായ ഫാമിലിയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് റോസ്മലയിലേക്ക് പോകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അമ്പനാട് എസ്റ്റേറ്റ്, റോസ്മല, മാമ്പഴത്തറ ഒരു ദിവസത്തെ ട്രിപ്പായിട്ട് കാണുക. നിങ്ങൾ സ്റ്റേ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടങ്ങളിലുണ്ട്. നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ആസ്വദിക്കുന്നതാണ് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഉത്തമം. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഗൈസ്, I will come back with part 2 video. Hope you all fine. Stay tuned.